ഹരിയോ, എല്ലാവർക്കും എൻ്റെ പ്രണാമങ്ങൾ. ഇപ്പോൾ നമ്മുടെ ഭാരതം പൗരത്വ അവകാശ നിയമം പാസാക്കിയിരിക്കുകയാണ്, CAA. എന്നാൽ നമ്മുടെ കേരളത്തിൽ ചിലർ ഈ നിയമത്തിനെതിരെ പ്രഹസനപൂർവമായ ചില തീരുമാനങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളെ വളരെ അത്ഭുതപ്പെടുത്തുന്നു ഈ കാര്യങ്ങൾ. കാരണം എന്താണ് CAA എന്ന് പോലും അറിയാത്തവരാണ് അതിനെതിരെ പ്രതിഷേധിക്കുന്നത്. മനുഷ്യത്വമാണ് CAA. അതായത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും അവിടെയെല്ലാം തീവ്രമായ ഇസ്ലാമിക നിയമങ്ങളുടെ പിടിയിൽപ്പെട്ട് ദുരിതമനുഭവിക്കുന്ന ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ജൈന, പാർസി സമുദായങ്ങൾക്ക് ഭാരതത്തിൽ അവരഭയം തേടിയവർക്ക് പൗരത്വം കൊടുക്കുന്ന നിയമമാണ് CAA. എല്ലാവർക്കും അറിയാം. പക്ഷേ അത്ഭുതം തോന്നുന്നു, പാവം ജീവിക്കാൻ വഴിയില്ലാതെ മതത്തിൻ്റെ തീവ്രവാദത്തിൽപ്പെട്ട് ദുരിതമനുഭവിക്കുന്നവർക്ക് അഭയം കൊടുത്തപ്പോൾ അവരെ ഇവിടെ സ്വീകരിക്കരുതെന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ ആരും നിങ്ങൾക്ക് അഭയം തരരുത് എന്ന് പറയുന്ന മനുഷ്യത്വഹീനമായ പ്രവൃത്തിയാണ്. എതിർക്കുന്നവരുടെ സ്വഭാവം മനസ്സിലാക്കണം. അടുത്ത കാലത്ത് വയനാട്ടിലെ പൂക്കോട്ട് ഒരു വിദ്യാർത്ഥി താലിബാൻ മോഡൽ കൊല ചെയ്യപ്പെട്ടില്ലേ? ഇങ്ങനെ ആരും കൊല ചെയ്യാൻ മടിയില്ലാത്തവരോ, ബോംബ് വെച്ച് മാനവരാശിയെ നശിപ്പിക്കാൻ മടിയില്ലാത്തവരും അവരൊക്കെ ഇതിനെ. എന്നാൽ അല്പം മനുഷ്യത്വം, നമ്മൾ ജനാധിപത്യം, മതേതരത്വം എന്ന് പറയുന്ന വാക്കുകൾക്കപ്പുറത്താണ് മനുഷ്യത്വം. ഗതിയില്ലാത്തവന് ഒരു ഗതി കൊടുക്കുക, ഇത് തെറ്റാണ്. അഭയം തേടി വന്നവന് അഭയം കൊടുക്കുക, അത് ഭാരതത്തിൻ്റെ സംസ്കാരത്തിലുണ്ട്, മറ്റ് സംസ്കാരങ്ങളിലില്ല. അതുകൊണ്ടാണ് ഭാരതം അഭയം കൊടുത്തിട്ടുള്ളത്. ഇതൊരു തരത്തിലും ഒരു മതത്തെയും ബാധിക്കുന്നതല്ല. അഭയം തേടി വന്നവന് അഭയം കൊടുക്കുക, ഇടം കൊടുക്കുക, അവന് പൗരത്വം കൊടുക്കുക, ഇതിലെത്താ തെറ്റ്? ഇതെങ്ങനെ ഒരു മതത്തിനെതിരാവുന്നത്? മറ്റു മതങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. ഹൈന്ദവ സംസ്കൃതിയുടെ മഹത്തായ വിശാല വീക്ഷണമുള്ളത് കൊണ്ടാണ് ഭാരതത്തിൽ നിന്ന് മറ്റു മതങ്ങൾക്കൊക്കെ ഒന്ന് ഓടിപ്പോവേണ്ടതില്ലാത്തത്. അല്ലാതെ ഭരണഘടനയിൽ മതേതരത്വവും ജനാധിപത്യം എഴുതി വെച്ചുകൊണ്ടല്ല. ഭരണഘടന വരുന്നതിന് മുമ്പ് ഭാരതത്തിൽ അഭയം തേടിയവർക്ക് അഭയം കൊടുത്ത സംസ്കാരമാണ് ഭാരതത്തിൻ്റെ ഹൈന്ദവ സംസ്കാരം. അതുകൊണ്ട് ഇതൊരു മതത്തിനെതിരല്ല. അങ്ങനെ ദുഷ്പ്രചരണം നടത്തി കേരളത്തിൽ CAA അനുവദിക്കില്ലത്രേ. അല്ലെങ്കിലും കേരളവും CAA എന്താ ബന്ധം? അത് കേന്ദ്രത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ലേ. കേന്ദ്ര ഗവൺമെൻറ്റിലെ പൗരത്വം കൊടുക്കേണ്ടത്. ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണോ പൗരത്വം കൊടുക്കുന്നത്? LKG കുട്ടികൾക്ക് പോലും ഇക്കാര്യത്തിൽ അല്പം ഒരു വിവരമുണ്ട്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് വാങ്ങിച്ച് എത്ര കാലം നിലനിൽക്കും? ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നതുകൊണ്ടാണ് പല രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ രാജ്യത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുന്നത്. കാരണം ബോധമുള്ള സമൂഹത്തെ നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യമാണ്. ജനങ്ങൾ വളരുകയാണ്. എന്നും ബംഗാൾ മോഡൽ ആവില്ല. വിദ്യാഭ്യാസമില്ലാതെ റോട്ടിൽ തെരുവിൽ നടക്കുന്നവരാവില്ല. വിദ്യാഭ്യാസം കൂടുന്തോറും അവർക്ക് തിരിച്ചറിവ്. അതുകൊണ്ട് ജനങ്ങളെ പറ്റിക്കരുത്. CAA വരട്ടെ. ഇവിടെ പാവം അഭയം തേടിയവർക്ക് മനുഷ്യത്വം കാണിച്ചുകൊണ്ട് അവർക്ക് ഇടം കൊടുക്കണം, അവർക്ക് പൗരത്വം കൊടുക്കണം. അതല്ലേ വിശാലത, അതല്ലേ മനുഷ്യത്വം, അതല്ലേ ദൈവീകത. ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് രാഷ്ട്രീയവും മതവുമാണ് പറയുന്നത്? അപ്പോൾ ഈ ബോധം നമുക്കുണ്ടാവാൻ, വിവേകമുണ്ടാവാൻ